പാസീവ് ഇൻകം സത്യവും വിധിയും മലയാളം റിയാലിറ്റി ചെക്ക്. ഹലോ, എന്റെ പേര് റിനോ ഫിലിപ്പ്. ഞാൻ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഓൺലൈൻ വഴി എങ്ങനെ പാസീവ് ഇൻകം ഉണ്ടാക്കുവാൻ എന്നതിനെ കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ കമ്മ്യൂണിറ്റിയുടെ പേരാണ് സ്മാർട്ട് മൈൻഡ് ലൈഫ് സ്റ്റൈൽ ഹബ്. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നാം യൂട്യൂബ് അല്ലെങ്കിൽ മറ്റ് മീഡിയം തുറന്നു കഴിഞ്ഞാൽ ഏറ്റവും അധികം കൂടുന്ന ഒരു കാര്യം തംബ്നെയിൽസ് ആണ്. തംബ്നെയിൽസ് പറയുന്നുണ്ട് ഒരു ജോലിയും ചെയ്യാതെ 50,000 രൂപ ഉണ്ടാക്കാം അല്ലെങ്കിൽ 1,00,000 രൂപ ഉണ്ടാക്കാം എന്നുള്ളത്. അത് എത്രമാത്രം സത്യമാണ് എന്നുള്ളത് ഓരോരുത്തർ സ്വയമായി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാനത് കാണുന്നിടത്തോളം അതൊരു എക്സാജറേഷനെ കുറിച്ചാണ് എനിക്കത് ഫീൽ ചെയ്യുന്നത്. കാരണം ഈ ഒരു മേഖലയിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ജോലി ചെയ്തുകൊണ്ട് തന്നെ ഇതിന്റെ അകത്തുള്ള സത്യമായ കാര്യങ്ങളും മിഥ്യയായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. എന്റെ ഈ വീഡിയോ കാണുമ്പോഴും നിങ്ങളും ഇതിനെ ശരിയായ രീതിയിൽ അവലോകനം ചെയ്തതിനു ശേഷം മാത്രം ഫോളോ ചെയ്യുക എന്ന് മാത്രമാണ് എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. എന്ത് പാസീവ് ഇൻകം അല്ല എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഇപ്പോൾ പറയാൻ ഉദ്ദേശിച്ചത്. ഒന്ന്, പാസീവ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ഇല്ല അല്ലെങ്കിൽ ജോലി ചെയ്യേണ്ട അവസ്ഥയല്ല എന്നുള്ളതല്ല. ഇത് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു മേഖലയാണ്. ഏത് ജോലിക്കും എഫേർട്ട് ആവശ്യമുണ്ട്. അത് ഒരു കഥ എഴുതാനാണെങ്കിൽ പോലും നമ്മൾ ഇരുന്ന് എഴുതണം. നമ്മളൊരു ചിത്രം വരയ്ക്കാനാണെങ്കിലും അതിനും കളർ കോമ്പിനേഷൻസും നല്ലൊരു ആർട്ടിസ്റ്റിക് മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം. എന്ത് കാര്യത്തിലും ഒരു എഫേർട്ട് ആവശ്യമുണ്ട്. എക്സാമ്പിൾ, നമ്മളിപ്പോൾ പലപ്പോഴും യൂട്യൂബ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ച് പലപ്പോഴും പറയാറുണ്ട്. ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യാൻ വേണ്ടി തന്നെ അതിന്റെ സ്കോപ്പിംഗ് ആവശ്യമുണ്ട്. അതിന്റെ കണ്ടന്റ് കൃത്യമായിട്ട് എഴുതണം. ഇനി എങ്ങനെയാണോ വീഡിയോ റെക്കോർഡ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാസീവ് ഇൻകം എന്നാൽ ജോലി ഇല്ല അല്ലെങ്കിൽ ജോലി ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതല്ല, മറിച്ച് നല്ല ജോലി ചെയ്താണ് നമ്മൾ ഇപ്പോൾ നന്നായിട്ട് അധ്വാനിക്കുമ്പോൾ ഇൻകം പാസീവായി നമുക്ക് പിന്നീട് ലഭിക്കുന്നു എന്നുള്ളതാണ് നാം ശരിയായിട്ട് മനസ്സിലാക്കേണ്ടത്. അതുപോലെ രണ്ടാമത്തെ ഒരു കാര്യം, പാസീവ് ഇൻകം പെട്ടെന്ന് നേടുന്ന ഒരു കാര്യമല്ല. 2 ദിവസം, ഒരാഴ്ച കൊണ്ട്, 30 ദിവസം കൊണ്ട് കിട്ടുന്ന ഒരു ഇൻകം കിട്ടുന്ന ഒരു കാര്യമല്ല. 30 ദിവസം കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പ്രോഗ്രസ് ഉണ്ടാക്കുവാൻ സാധിക്കും. പക്ഷെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, അത് വേഗത്തിൽ ഉണ്ടാക്കുന്ന ഒരു റവന്യൂ ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ എഫേർട്ട് ഇടുന്നു, നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് എഫേർട്ട് ഇടുന്നു. ഒരാഴ്ച, 2 ആഴ്ച, 1 മാസം, 90 ദിവസം നമ്മൾ എത്രമാത്രം എഫേർട്ട് ഇടുന്നു, എഫേർട്ട് ഇടുന്ന അനുസരിച്ചുള്ള ഒരു മാറ്റം നമ്മുടെ മൈൻഡ് സെറ്റിൽ, നമ്മുടെ ബിഹേവിയറിൽ, നമ്മുടെ ഹാബിറ്റിൽ നമുക്ക് വരുന്നു. ഒരു കാര്യത്തെ പറ്റി നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം, നിങ്ങൾ എന്ത് കാര്യം സ്ഥിരമായി ചെയ്യുമ്പോൾ, 21 ദിവസം സ്ഥിരമായി ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ഹാബിറ്റായി മാറും. അപ്പോൾ പാസീവ് ഇൻകം എന്നതിനേക്കാൾ ഉപരി ഒരു മൈൻഡ് സെറ്റ് ചേഞ്ച് ആണ് നമ്മൾക്ക് ഇവിടെ ആവശ്യം. അല്ലാതെ ഇമ്മീഡിയറ്റ് ആയിട്ട് വരുമാനം വരുന്നു എന്നുള്ള ഒരു തെറ്റ് അല്ല. മൂന്നാമത് നാം മനസ്സിലാക്കേണ്ടത്, ഒരു മെത്തേഡ് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ് എന്നുള്ള തെറ്റിദ്ധാരണയാണ്. നിങ്ങളുടെ കഴിവ് എവിടെയാണോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവിടെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ ബിൽഡ് ചെയ്യുവാനുള്ള പറ്റത്തില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എഫേർട്ട് എന്നുള്ളത് ഒരു മുഖ്യമായ ഒരു കാര്യമാണ്. നിങ്ങൾ എഫേർട്ട് ഇടാൻ താല്പര്യമില്ല, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ താല്പര്യമില്ല ഒരാളാണെങ്കിൽ നിങ്ങൾ എന്ത് കാര്യം ചെയ്താൽ പോലും അത് വിജയിക്കണം നിർബന്ധമില്ല. കാരണം എല്ലാ ജീവിതത്തിൽ ഏത് കാര്യത്തിനും അധ്വാനം ആവശ്യമാണ്. അപ്പം ആ ഒരു മൈൻഡ് സെറ്റ് ആണ് നാം ഏത് പ്രായഭേദമന്യേ ഏത് സാഹചര്യത്തിലുള്ളവരാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ എന്താണ് പാസീവ് ഇൻകം? ഒരു അസറ്റ് ബേസ്ഡ് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് പാസീവ് ബേസ്ഡ്. നമ്മൾ ഉറങ്ങുമ്പോൾ പോലും വരുമാനം ഉണ്ടാക്കി തരുന്നു. നാം ലീവ് എടുക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഇന്നൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും നമ്മൾക്ക് വരുമാനം ലഭിക്കുന്നു എന്നുള്ളതാണ് പാസീവ് ഇൻകം. നമ്മൾ ഫ്രീലാൻസിംഗ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു പാസീവ് ഇൻകം അല്ല. കാരണം ഫ്രീലാൻസിങ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് ഇൻകം ലഭിക്കുന്നത്. നാം ജോലി ചെയ്യാത്ത സമയത്ത് നമുക്ക് ഇൻകം ലഭിക്കുന്നില്ല. അപ്പോൾ നാം ശരിയായിട്ട് മനസ്സിലാക്കണം എന്താണ് നമുക്ക് പാസീവ് ഇൻകം എന്നുള്ളത്. അതുപോലെ സ്കെയിലബിലിറ്റി, നമുക്കൊരു കാര്യത്തെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ സാധിക്കും. നാം എപ്പോഴും ഒരു ഫിസിക്കൽ ഇൻവെന്ററി ഉണ്ടാകുമ്പോൾ, നമുക്ക് ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് 5 സോപ്പ് നമ്മുടെ കടയിൽ ഉണ്ടെങ്കിൽ 5 സോപ്പ് 5 കസ്റ്റമേഴ്സിന് മാത്രമേ കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ നമ്മൾ ഒരു ഡിജിറ്റൽ അസറ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം തന്നെ, ആ ഡിജിറ്റൽ മെറ്റീരിയൽ തന്നെ
അനേകം ആയിരം ആൾക്കാർക്ക് അല്ലെങ്കിൽ അനേക ലക്ഷം ആൾക്കാർ ഉപയോഗിക്കുവാൻ വേണ്ടി ഒരു സിംഗിൾ ഡിജിറ്റൽ അസറ്റ് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് അതിന്റെ ഒരു മെച്ചം. അത് തന്നെയാണ് ഒരു പാസീവ് ഇൻകം സ്ട്രാറ്റജി തന്നെ. മൂന്നാമതായി നാം പാസീവ് ഇൻകത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു മികച്ച പ്ലാറ്റ്ഫോമാണ്. നാം ഒരു കണ്ടന്റ് ഉണ്ടാക്കുന്നു എന്നുള്ളത് ഒരു മുഖ്യമായ കാര്യമാണെങ്കിലും അത് എവിടെയാണ്, ഏത് സ്ഥലത്താണ് അത് ഹോസ്റ്റ് ചെയ്യുന്നത്, ആരാണ് നമ്മുടെ ആ കണ്ടന്റിനെ, നമ്മുടെ ആ അസറ്റ്, ഡിജിറ്റൽ അസറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന മുഖ്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മികച്ച പ്ലാറ്റ്ഫോം നമുക്ക് ലഭ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആ കണ്ടന്റിനെ, നമ്മുടെ അസറ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ അത് വളരെ ഈസി ആക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ മൂന്ന് കാര്യവും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് കാര്യം സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അതൊരു മികച്ച പാസീവ് ഇൻകം ആണ്. അതല്ലെങ്കിൽ അതിന്റെ ഒരു പാസീവ് ഇൻകം കാറ്റഗറിയിൽ നമുക്ക് ഒരു രീതിയിലും പെടുത്തുവാൻ സാധിക്കത്തില്ല. ഞാൻ ഇന്ന് പറയുവാൻ ഉദ്ദേശിക്കുന്ന അങ്ങനത്തെ ഒരു പാസീവ് ഇൻകം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അതിന് സീറോ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ അതിന് മുതൽ മുടക്ക് ഒന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്ലാറ്റ്ഫോം ചെയ്യാം. നിങ്ങളുടെ ഇംഗ്ലീഷ് നൈപുണ്യം അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്കിൽസ് അതിന് ഒട്ടും ആവശ്യമില്ല. കാരണം ഇന്ന് നാമെല്ലാം അറിയുന്ന പോലെ ChatGPT-യും ജെമിനായും ക്ലോഡും തുടങ്ങിയുള്ള അനേകം AI ടൂൾസ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇംഗ്ലീഷിലുള്ള നിങ്ങളുടെ കഴിവോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ മികച്ചതല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമോ ഇല്ല. അതുപോലെ ഇതിനൊരു ഓഫീസോ മറ്റ് സ്ഥാപനങ്ങളോ ഒന്നും, നിങ്ങൾക്ക് ഒരു റൂമോ ഒന്നും ആവശ്യമില്ല. ഒരു ബിൽറ്റ് ഇൻ പ്ലാറ്റ്ഫോം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് എവിടെ നിന്നും നിങ്ങളുടെ ഭവനത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇതിന് തക്കതായിട്ടുള്ള കാര്യം ചെയ്യുവാൻ സാധിക്കും. ഇന്ന് നമ്മൾ പൊതുവെ നാട്ടിൽ കേൾക്കുന്നതായിട്ടുള്ള ക്രിപ്റ്റോയോ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങോ മറ്റൊന്നുമല്ല. ഇതിന്റെ പേരാണ് ആമസോൺ KDP അല്ലെങ്കിൽ ആമസോൺ കിൻഡിൽ ഡയറക്റ്റ് പബ്ലിഷിംഗ്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓൺലൈനിൽ ഡിജിറ്റൽ അസറ്റ്സ് ഉണ്ടാക്കുന്നു, അതിനെ നിങ്ങൾ ആമസോണിൽ പബ്ലിഷ് ചെയ്യുന്നു. ആമസോൺ അത് ലോകമെമ്പാടും, ആമസോണിന്റെ കസ്റ്റമേഴ്സ് എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ഇതിനെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു. നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിലിരുന്ന് ഈ വരുമാനം നേടുന്നു. നിങ്ങൾ ആകെപ്പാട് ചെയ്യുന്ന ഒരേ ഒരു കാര്യം, നിങ്ങൾ ഇതിനു വേണ്ടിയുള്ള ആ ഡിജിറ്റൽ മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരേ ഒരു കാര്യം മാത്രമാണ്. ഇത് കസ്റ്റമേഴ്സിൽ എത്തിക്കുന്നതും കസ്റ്റമേഴ്സിന് പ്രിന്റായിട്ട് കസ്റ്റമേഴ്സിന് ഡെലിവർ ചെയ്യുന്നതും അതിന്റെ പേയ്മെന്റ് കളക്ട് ചെയ്യുന്നതും എല്ലാം ആമസോൺ മാത്രമാണ്. നിങ്ങളുടെ ഉത്തരവാദിത്തം കണ്ടന്റ് ഉണ്ടാക്കുക, ആമസോണിൽ അപ്ലോഡ് ചെയ്യുക, തിരിച്ച് ആമസോൺ ഇതെല്ലാം ചെയ്തതിനു ശേഷം നിങ്ങൾക്കുള്ള റോയൽറ്റി, ആമസോൺ പ്രിന്റ് ചെയ്തതിനുള്ള എമൗണ്ട് എടുത്തതിന് ശേഷം ബാക്കിയുള്ള ഒരു ഓതർ റോയൽറ്റി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക്, ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചു തരുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുന്നത് എന്നതിനുള്ള ഡീറ്റെയിൽഡ് നമ്മൾ ഒരു എൻഡ് ടു എൻഡ് ലേണിംഗ് നമ്മൾ തുടരുകയാണ്. ഓരോ ആഴ്ചയിലും നമ്മൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറയുകയാണ്. ഇതൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. കാരണം അനേക ആൾക്കാർ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബിയോണ്ട് യുവർ സാലറി എന്നുള്ള ആ ഒരു ജേർണിയിലാണ് നാം ഓരോരുത്തരും. ഈ ചാനൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുടർന്നുള്ള എങ്ങനെ നിങ്ങൾക്ക് ഡിജിറ്റൽ അസറ്റ്സ് ഉണ്ടാക്കുവാനും ലൈഫ് ലോങ് എങ്ങനെ ഒരു വരുമാനം ഉണ്ടാക്കുവാൻ സാധിക്കും എന്നതിനെ കുറിച്ചുള്ള റെഗുലർ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ സെലക്ട് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ ഉപയോഗിക്കുക. എപ്പോഴും നിങ്ങൾ ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഈ ചാനൽ വഴി ലഭ്യമാണ്. പാസീവ് ഇൻകത്തെ കുറിച്ചുള്ള നിങ്ങളുടെ മിഥ്യ അല്ലെങ്കിൽ നിങ്ങളുടെ ധാരണ എന്താണ്? ഇത് കമന്റ്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.